ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിയമത്തെക്കുറിച്ചോ മരുന്നുകളെക്കുറിച്ചോ അല്ല. ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെയും മരിക്കാനുള്ള അന്തസ്സിനെയും കുറിച്ചാണ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലുള്ള കാംഗ്ര എന്ന സ്ഥലത്തുള്ള ഹരീഷ് എന്നൊരു യുവാവിന് കോടതി ദയാവധത്തിന് അനുമതി നൽകിയിരുന്നു. 11 വർഷമായി അബോധാവസ്ഥയിൽ ഒരു ചലനവുമില്ലാതെ കിടക്കയിൽ കഴിഞ്ഞിരുന്ന ആ യുവാവിന്റെ ജീവിതം നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ജയ്സിംഗ്പൂരിലെ ധിയൂൻ ഗ്രാമത്തിൽ നിന്നുള്ള സാധാരണക്കാരനായ ഒരു യുവാവായിരുന്നു ഹരീഷ്. എന്നാൽ 2013 ചണ്ഡീഗഡിൽ വെച്ചുണ്ടായ അപകടം അവന്റെ ജീവിതം കീഴ്മേൽ മറിച്ചു. കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണ ഹരീഷിന് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റു. അതോടെ അവൻ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന അവസ്ഥയിലായി. അതായത് കണ്ണുകൾ തുറന്നിരിക്കുമെങ്കിലും ചുറ്റുമുള്ള ലോകത്തെ അറിയിക്കാനോ പ്രതികരിക്കാനോ ഹരീഷിന് കഴിയില്ല. 11 വർഷം, ഒരു ദശാബ്ദത്തിലധികം കാലം അവന്റെ അച്ഛനും അമ്മയും ആ മകനെ പൊന്നുപോലെ നോക്കി. പ്രായം തളർത്തിയ ഹരീഷിന്റെ മാതാപിതാക്കൾക്ക് അവനെ നോക്കുക എന്നത് ശാരീരികവും സാമ്പത്തികവുമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. തങ്ങളുടെ മരണശേഷം തന്റെ മകനെ ആര് നോക്കും എന്ന ഉത്കണ്ഠയും അവർക്കുണ്ടായി. ഇതിനെ തുടർന്നാണ് അവർ ഹൈക്കോടതിയിൽ ഈ ഒരു ആവശ്യവുമായി സന്ദർശിച്ചത്. എന്നാൽ ഹൈക്കോടതി ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അങ്ങനെ ചെയ്തില്ല. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ഹരീഷിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഇന്ത്യയിൽ കരുണപഥം അനുവദനീയമായ നിയമപരമായ ചട്ടക്കൂടിനിൽ നിന്നുകൊണ്ട് ഹരീഷിന് സമാധാനപരമായ മടക്കത്തിന് കോടതി അനുമതി നൽകി. എന്താണ് പാസീവ് യുത്തനേഷ്യ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരുന്ന് കുത്തിവെച്ച ഒരാളെ കൊല്ലുന്ന രീതിയിലല്ല ഇത് പ്രവർത്തിക്കുന്നത്. മറിച്ച് ജീവൻ നിലനിർത്താൻ നൽകുന്ന കൃത്രിമ സംവിധാനങ്ങൾ പിൻവലിക്കുക എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. മരിക്കാനുള്ള അവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് ഇത്തരം കേസുകളിൽ വലിയ മാറ്റമുണ്ടായത്. ഹരീഷിന്റെ ജീവിതം ഒരു ദുരന്തത്തിന്റെ കഥയാണ്. പക്ഷെ അത് വെറും ദുരന്തത്തിന്റെ കഥ മാത്രമല്ല, അത് സ്നേഹത്തിന്റെയും നിസ്സഹായതയുടെയും ഒരു കഥ കൂടിയാണ്. നിയമം വിധി എഴുതുമ്പോൾ ഒരു കുടുംബം അവരുടെ പ്രിയപ്പെട്ടവനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് വലിയൊരു ആശ്വാസമായി കാണേണ്ടി വരുന്നു എന്നത് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. വേദനയില്ലാത്ത ആ ലോകത്തേക്ക് ഹരീഷ് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്കുള്ള ഒരു ആശ്വാസമാണ് ഈ വിധി.